ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളൊന്ന് പുറത്ത് പോകുമ്പോഴാണ്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴത്തെ പോലെ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കാണുക, ഞങ്ങൾ ഇറങ്ങി വാവേനെ എടുത്ത് ബഗ്ഗിയിലാക്കി ഞങ്ങൾ നടക്കുന്നു. ഇനി ഇവിടെ നിന്ന് നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ പോയി നോക്കും ബസ്സിൻ്റെ ടൈം നോക്കിയിട്ട് ഉടനെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനകത്ത് ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ പോകും. അല്ലെങ്കിൽ ഞങ്ങൾ നടന്നായിരിക്കും പോകുന്നത്. നടന്നു പോകുന്നെങ്കിൽ സിറ്റി സെൻറ്ററിൽ ഒരു 15 മിനിറ്റ് എടുക്കും. ബസ്സിലാണെങ്കിൽ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്. 3-4 മിനിറ്റ് വേണമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബസ് വരുന്നോ ഇല്ലയോ എന്ന് നോക്കാം. നോക്കാം. നമ്മൾ നടന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്താറായി. ബസ്സുണ്ട്, ഒരു 2 മിനിറ്റിനകത്തൊരു ബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബസ്സിൽ ഇപ്പോൾ നടക്കണ്ടല്ലോ. നടക്കുകയാണെങ്കിൽ 15 മിനിറ്റ് എടുക്കും. അപ്പോൾ കാണുന്നു എന്നറിയത്തില്ല. നമുക്ക് ബസ്സിൽ പോകുന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഇവിടെ അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതിനൊരു ആപ്പുണ്ട്, റെഡിങ് ബസ്സസ്. അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ കാർഡ് ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു 1 ഡേ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാണ്. 1 ഡേ ടിക്കറ്റ് എത്ര വരും? ഗ്രൂപ്പ് ടിക്കറ്റ് 550. 550 ഗ്രൂപ്പ് ടിക്കറ്റ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ദിവസം ഏത് ബസ്സിൽ വേണമെങ്കിലും കയറി ട്രാവൽ ചെയ്യാം. 5.50 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 550 രൂപ നാട്ടിലെ. അപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ഉടനെ ബസ് വരുമായിരിക്കും. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മളിതുവരെ ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, ക്രിസ്പി ദോശ. അപ്പോൾ നമുക്ക് അവിടെ പോയി ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പാപ്പുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ആദ്യം പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങാനായിട്ടുള്ള പ്രധാന കാരണം വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ അരുമിക്കരിഞ്ഞ ഭാര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ അങ്ങനെ ആഴ്ചയിലോ അങ്ങനെയൊന്നും പുറത്തിറങ്ങാറില്ല. കാരണം ഓരോ ഓഫേ കിട്ടാറുണ്ട്. ആ കിട്ടുന്ന ഓഫ് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി വീട്ടിൽ കാര്യങ്ങളും ചെയ്ത് തീരും. പിന്നെ പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ല. പിന്നെ പുറത്തിറങ്ങിയാലും കാശിൻ്റെ ചിലവ് കൊണ്ട് ചിലപ്പോഴൊക്കെ മടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്തിറങ്ങി ആദ്യം ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് ക്രിസ്പി ദോശ എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറാൻ പോകണം. അപ്പോൾ അകത്ത് കയറിയിട്ട് ബാക്കി കാണിക്കാം. എൻ്റെ അവിടെ വാവയ്ക്ക് പാല് കൊടുക്കുന്നു. പാല് കുടിക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. ഓർഡർ കൊടുത്ത് ഞങ്ങൾ മസാല ദോശയ്ക്കാണ് ഓർഡർ കൊടുത്തത്. മസാല ദോശയും വടയും. അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്ത വട വന്നു, മസാല ദോശ വന്നില്ല. അപ്പോൾ നമുക്ക് ഈ വട കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മസാല ദോശ വരും. പരിപാടി മസാല ദോശ വന്നു. നല്ല ഭയങ്കര ഫോട്ടോ എടുക്കണം. കാരണം ഈ മസാല ദോശയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനി മസാല ദോശ കഴിച്ചിട്ട് കാണാം. ചീസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി നേരെ അങ്ങോട്ട് പ്രൈമാർക്ക്. നേരെ പ്രൈമാർക്ക് എവിടെയെങ്കിലും പോകണ്ട. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ റോഡിൽ കൂടെ നടക്കുമ്പോഴേ ഈ ഫോണ് ഇങ്ങനെ വച്ചിട്ട് വ്ളോഗ് എടുക്കുന്നത് അത്ര സേഫായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം പറഞ്ഞാൽ എവിടെ നിന്നില്ലാതെ ആരെങ്കിലും വന്ന് ഫോണിൽ തട്ടിപ്പറിച്ചിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലണ്ടനെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര മോഷണമാണ് ഇവിടെ. സൈക്കിള് എൻ്റെ സൈക്കിള് ഇതാണൊക്കെ ഒരു പ്രാവശ്യം
ഞാൻ പുറത്ത് വെച്ചിട്ട് പോയതാണ്. തിരിച്ചെന്നപ്പോൾ സൈക്കിളില്ല, അത് വേറെ കഥ. അപ്പോൾ അതുപോലെ ഫോൺ ഇതാണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേറൊക്കെ നടന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ടോട്ടൽ ബില്ല് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 29 പൗണ്ട്, 40 ഏകദേശം 30 പൗണ്ട്, അതായത് നാട്ടിലൊരു 3000 രൂപ. അങ്ങനെ ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ അതിൻ്റെ ബഗ്ഗി വീട്ടിൽ നടക്കുന്നു. നേരെ സിറ്റി സെൻറ്ററിൽ പോയിട്ട് അപ്പോൾ നമുക്കിവിടെ ഒരു ഷോപ്പുണ്ട്, JD എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. JDയിൽ നമുക്ക് ഈ ഷൂസ്, സ്പോർട്സ് വെയർ ഐറ്റംസ്, ടീഷർട്സ്, അതായത് ഈ നൈക്കിൻ്റെ ബ്രാൻഡായിട്ടുള്ള. അപ്പോൾ ആൾക്കാർ കൂടുതലും JDയിലോട്ടാണ് വരുന്നത്. JD സ്പോർട്സ് ഡയറക്റ്റും ഉണ്ട്, അതായത് JDയിൽ ആണ് ആൾക്കാർ ഏകദേശം കൂടുതലും പോകുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം. പിന്നെ അതിലേക്കൊരു ഷൂസ് എടുക്കണം. അത് ജോലിക്കിടാൻ വേണ്ടിയിട്ടാണ്. ജോലിക്കിടാനായിട്ട് അവിടെ ബ്ലാക്ക് ഷൂസാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, അത് എടുത്തിട്ട് കുറച്ച് നാളായല്ലേ, ഓൾമോസ്റ്റ് അത് 1 year ആയി. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു ഷൂസ് അതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം, നോക്കിയിട്ടൊരു ഷൂസ് കൂടെ എടുക്കാം. അപ്പോൾ ഇനി നേരെ JDയിലോട്ട്. അങ്ങനെ നമ്മൾ നേരെ JDയിലെത്തി. അപ്പോൾ ഇനി ഇവിടെ ഷൂസൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ ഈ ഷൂസ് എടുത്ത്, അഡിഡാസിൻ്റെ ഈ ഷൂസ് എടുത്ത്, അങ്ങനെ അവരത് സ്കാൻ ചെയ്തിട്ട് നമുക്കിതേ ഇവിടെ സ്ക്രീനിൽ കാണും. നമ്മളത് റെഡിയാകുമ്പോൾ സ്ക്രീനിൽ കാണും. നേരെ അവിടെ ഒരു ലിഫ്റ്റ് പോലത്തെ സാധനമുണ്ട്, അതിൽ നേരെ നമ്മുടെ ഷൂസ് വരും. അപ്പോൾ അവിടെ നമുക്ക് കളക്ട് ചെയ്യാം. ഈ നൈക്കിൻ്റെ ഷൂസിന് പ്രൈസ് വരുന്നത് 45 പൗണ്ടാണ്. അപ്പോൾ നേരത്തെ നമ്മളെടുത്ത ഈ അഡിഡാസിൻ്റെ ഷൂസിന് പ്രൈസ് 35 പൗണ്ടായിരുന്നു, ഒരു 10 പൗണ്ടിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അനിലേക്ക് ഈ ഷൂസ് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതെടുക്കാമെന്ന് ഫൈനലൈസ് ചെയ്ത്, ഇനി അഭിപ്രായം മാറുന്നതിന് മുമ്പ് അനിലേനെ പറഞ്ഞിട്ട് ബില്ലടിപ്പിച്ചിട്ട് അനിലതാ വരെയാണ്. അങ്ങനെ അനിലയും ഹാപ്പി. അങ്ങനെ ഞങ്ങൾ JDയിൽ നിന്ന് ഒരു ഷൂസും എടുത്ത് നേരെ JDയിലെ ഷോപ്പിംഗ് ഫിനിഷാക്കി പുറത്തിറങ്ങി. ഇത് നേരെ എൻ്റെ ഫോണൊന്ന് കാണിക്കണം. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്, എനിക്കൊന്ന് കാണിക്കണം. പിന്നെ നേരെ പ്രൈമാർക്കിൽ പോകണം. പ്രൈമാർക്കിൽ വാവയ്ക്ക് ഡ്രസ്സ് എടുക്കണം. എന്തായാലും ഇന്ന് നേരം വെളുക്കും, ഇതിലെത്തുമ്പോൾ നേരം വെളുക്കും. പിന്നെ അപ്പോൾ ഞങ്ങളുടെ സിറ്റി സെൻറ്ററിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ശരിക്കും ഷോപ്പുകളൊക്കെ അത്യാവശ്യം ഉള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും, UK എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലൊരു സെൻറ്റർ ഉണ്ടായിരിക്കും. അത് കാണാൻ ഏകദേശം എല്ലാം സെയിം ആയിരിക്കും, എല്ലാം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നെങ്കിലും ചെറിയൊരു പേടി ഇല്ലാതില്ല. എപ്പോഴാണ് ആരാണ് വന്ന് എടുത്തിട്ട് ഓടുന്നതെന്ന് ഫോൺ. അതുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ ഫോൺ എടുക്കുന്നത് നല്ല കാര്യമല്ല, റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞങ്ങൾ പ്രൈമാർക്കിൽ കയറിയിട്ട് അപ്പോൾ എൻ്റെ ഫോണൊന്ന് ഡിസ്പ്ലേ ശരിയാക്കാമായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ നിന്നാണ് ഫോൺ എടുത്തത്. അപ്പോൾ അവിടെ തന്നെ
നമ്മൾ ഡിസ്പ്ലേ ശരിയാക്കാനായിട്ട് വന്ന് നോക്കിയപ്പോഴത്തെ 250 പൗണ്ട് ഡിസ്പ്ലേ ശരിയാക്കാനായിട്ട്, അതായത് ഏകദേശം 27,000 രൂപയെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഡിസ്പ്ലേയുടെ പാർട്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്, വീട്ടിൽ വന്ന് ഹോസ്റ്റലിൽ വന്നിട്ട് അവർ ശരിയാക്കി തരും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഫോൺ വഴി ചൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ പ്രൈമാർക്കിൽ വന്നു വാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ. ഹലോ, വാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ഈ ഫ്ലോറിൽ മൊത്തം പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് നേരെ താഴെ പോകണം. താഴെയാണ് പിള്ളേരുടെ ഡ്രസ്സുള്ളത്. അപ്പോൾ അതിൻ്റെ അതൊക്കെ നൈസായിട്ട് ഇറങ്ങി അവിടെ കുറച്ച് ഹലോ ബാ. അപ്പോൾ നേരെ ഇനി പാപ്പുവിന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ താഴെ പോയിട്ട് കാണാം. അങ്ങനെ പാപ്പുവിൻ്റെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് നേരെ അനില ബില്ല് ചെയ്യാനായിട്ട് പോയി. നമ്മളിവിടെ പോസ്റ്റായി. അപ്പോൾ അനില ബില്ല് ചെയ്തിട്ട് വരട്ടെ, അത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓൾ സെറ്റ് പോവാം. അങ്ങനെ പ്രൈമാർക്കിലതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇതിലേ ഇങ്ങനെ വെറുതെ നടന്നു വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വാച്ചിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഷോപ്പ് അടച്ച്, എന്നാലും ഒരു ഡിസ്പ്ലേക്ക് ഇവിടെ വാച്ചുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാഡേൻ്റെ വാച്ച് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. വിലയൊക്കെ വളരെ തുച്ഛമായ വിലയുള്ളൂ, 2,40,000 രൂപയൊക്കെ ഉള്ളൂ. കൊള്ളാം, നല്ലതായിരിക്കും. ഇവിടെ വേറെ ഇരിപ്പുണ്ട്, ലോങ്കിനീസ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഇത് അതേ പ്രൈസൊക്കെ തന്നെയാണ്, 2,60,000 രൂപ, 3,40,000 രൂപ അങ്ങനെ. ഈ വാച്ചൊക്കെ നമുക്ക് കണ്ണാടിക്കൂട്ടിനകത്ത് കാണാനേ പറ്റുള്ളൂ. അത് ഇപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ഇവിടെ കുറേ ഗോൾഡൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയും കുറേ ഇതൊക്കെ എനിക്കൊന്ന് വൈറ്റ് ഗോൾഡ് ആയിരിക്കും, ഇതൊക്കെ ഡയമണ്ട് ആയിരിക്കും കേട്ടോ, ഡയമണ്ട്സ് ആയിരിക്കും. അവിടെ ഗോൾഡ് ഉണ്ട്. അതൊക്കെ അങ്ങനെ ഡിസ്പ്ലേക്ക് ഇരിക്കട്ടെ അല്ലേ, അവരങ്ങനെ സമാധാനമായിട്ട് അതിനകത്ത് ഇരിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ഫ്രൂട്ടിയും വാങ്ങി കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോട്ടെ. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഫൈനലി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. ടയർഡായി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 3:30 ഇപ്പോൾ ഇറങ്ങി. മണി ഇപ്പോൾ 7:30 ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങി എണീക്കണം ചെറുതായിട്ട്. ഒരുപാട് ഉറങ്ങുന്നു, ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.